മരിച്ചു കിടക്കുന്ന ഒരു നഗരത്തിലൂടെ ഞങ്ങൾ പുതുവർഷം ആഘോഷിക്കാൻ ചെന്നു. അവിടെ പുതുവർഷം ആഘോഷിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലേക്ക് നടക്കുമ്പോൾ ഈ സ്ട്രീറ്റുകൾ മൊത്തം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്. നമുക്ക് തന്നെ ഉമ്മയെ അവിടെ അടുത്തിരുത്തി വായിച്ച് കേൾപ്പിച്ചു എന്ന് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചെവിയിലെ ഇയർ ലോബിലെ പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ബാൻഡേജസാണ്. പിന്നെ ഞാൻ ഒരാളോട് അന്വേഷിച്ച് ഈ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനുള്ള സർജറി നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. ഞാൻ എൻ്റെ മോളും കൂടിയാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും നോക്കുന്ന പോയിന്റൊക്കെ ഒന്നാണ്. അപ്പോൾ എത്തിക്കല് നമ്മൾ പറയാം, അമ്മ നമ്മൾ രണ്ടുപേരും ഒരാളെ നോക്കുന്നത് ശരിയാണോ? ബസ്സിലോട്ടൊക്കെ നമ്മൾ കയറുമ്പം ഒരു ബസ് നിറയെ സുന്ദരന്മാരും സുന്ദരികളും. അവിടുന്ന് നമുക്ക് രക്ഷപ്പെടണം. ക്യാമറ കാണുന്നില്ല, ക്യാമറ എടുത്തെടുക്കുന്നു. പട്ടികളെല്ലാം കൂടെ ചുറ്റും, നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ കറങ്ങുന്ന പോലെ പട്ടികൾ സ്ഥലത്തോട്ട് നോക്കി നിന്നാണ് ഇതെല്ലാം കൂടി കുരയ്ക്കുന്നത്. അത് ഈ ദുർദേവതകളുടെ കുന്ന് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രമ്യമായിട്ടുള്ള യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് ഒരു എപ്പിസോഡിലൊന്നും തീരില്ല എന്ന്. ഞങ്ങൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ട് തന്നെ. ഇപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രമ്യ തുടരും അല്ലേ രമ്യ? അതെ, ഞാൻ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ മമ്മൂക്കയുടെ ഉമ്മയെ പരിചയപ്പെടുന്നത്. അപ്പം എൻ്റെ ഫ്ലാറ്റിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നു. എൻ്റെ തൊട്ടപ്പുറമുള്ള മുറി, അതായത് വളരെ അടുത്തുള്ള വാതിലുകൾ. സുന്ദരിയായ ഉമ്മ തട്ടവിട്ട് ഇറങ്ങി വരുന്നു, എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കൂട്ടാകുന്നു. പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ പണിക്കാരൊക്കെ വരുമ്പോൾ ഞാൻ ഉമ്മയെ എൻ്റെ ഫ്ലാറ്റ് ഏൽപ്പിച്ചിട്ട് താഴോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ആ ഉമ്മ ബോംബ് പൊട്ടിച്ചത്. ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു, മകൻ സിനിമയിലുണ്ട്. അപ്പോഴും ഞാൻ കരുതുന്നില്ല സിനിമയിലുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ വളരെ കാഷ്വലായിട്ട് ചോദിച്ച് ഞാനിത് വിട്ടു. അപ്പോൾ പറഞ്ഞു, വീട് ചെമ്പിലാണ്. ചെമ്പെന്ന് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിക്കും ഉണ്ടാകുന്ന ആ ഒരു കോരിത്തരിപ്പോടെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചപ്പോഴാണ് മലയാള സിനിമയിലെ, ലോക സിനിമയിലെ തന്നെ, ഇന്ത്യൻ സിനിമയിലെ തന്നെ ലെജൻഡായ ഒരാളുടെ ഉമ്മയാണ് ആ വെളുത്ത തട്ടവുമിട്ട് എൻ്റെ മുന്നിൽ വളരെ സിമ്പിളായി ഡൗൺ ടു എർത്തായി ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ ആ വൈറലായ ഒരു കുറിപ്പിൽ എഴുതിയതുപോലെ തന്നെ പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന ഒരു മട്ടിലായിപ്പോയി എൻ്റെ അന്നത്തെ ഒരു മാനസികാവസ്ഥ. പിന്നീട് ഒരു നല്ല സുഹൃത്ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ഉമ്മയുടെ സിനിമാ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഉമ്മ അവിടെ താമസിക്കുകയായിരുന്നു, എല്ലാ മക്കളുടെയും മേൽനോട്ടത്തിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സുന്ദരമായ വൈകുന്നേരങ്ങൾ ഞങ്ങൾക്കുണ്ടായി. എങ്ങനെ അതിനെ പറയണമെന്നറിയാൻ വയ്യ, അത്രയും സുന്ദരമായൊരു കാലഘട്ടമായിരുന്നു. ഉമ്മ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകുന്നവരെയും ഞങ്ങൾ ഒരു കുടുംബം പോലെ ജീവിച്ചു. അതൊരിക്കലും ഒരു മൂവി റിലേറ്റഡ് ഒരാളിൻ്റെ, ഒരു വലിയ ആളിൻ്റെ അമ്മയെന്ന നിലയിലല്ല, അതിശക്തമായ സുഹൃത്ത് ബന്ധം തന്നെയായിരുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധമായിരുന്നു. വൈക്കം കായലിലെ പിന്നെ ഉപ്പയോടത്തുള്ള വഞ്ചിയിലുള്ള യാത്രകളുമൊക്കെ ഉമ്മ തൻ്റെ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു പോകുന്നത് ഞാൻ എന്നും ഇരുന്ന് കേൾക്കുമായിരുന്നു. അത് ഉമ്മയുടെ ചെറിയ മൂളിപ്പാട്ടുകൾ പോലും. കാരണം ഏറ്റവും അധികം ഫ്രീ ആയിട്ട് ഉമ്മ എൻ്റെ വീട്ടിൽ, പലപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഒഫീഷ്യൽ ടൂറുകളിലായിരിക്കും, അപ്പം ഞാനും മകളും മാത്രമേ കാണൂ. ഞാൻ കിച്ചണിൽ പാചകം ചെയ്യുമ്പോൾ എൻ്റെ മാസ്റ്റർ ബാൽക്കണിയിൽ നിന്ന് 6ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് നോക്കിക്കൊണ്ട് ഉമ്മ ഒരു ചെറിയ മൂളിപ്പാട്ട് പാടുന്ന ഒരു ദൃശ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അതൊരു സുന്ദരമായ ബന്ധമായിരുന്നു. അങ്ങനെയാണ് ആ പുസ്തകത്തിലേക്ക് വന്നത്. കേട്ടിട്ട് നല്ല രസമുണ്ട്. ഉമ്മ ഇപ്പം ഇല്ല അല്ലേ രമ്യ? ഉമ്മ ജീവിച്ചിരിപ്പില്ല. കാരണം എൻ്റെ പുസ്തക പ്രകാശനം കഴിഞ്ഞ് ഫെബ്രുവരിയിലായിരുന്നു. ആ ഏപ്രിൽ 21-നാണ് ഉമ്മ ഒരു നോമ്പ് കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ലോകമായിട്ട് വിട പറഞ്ഞത്. പുസ്തകം ഉമ്മയ്ക്ക് എത്തിക്കാൻ പറ്റില്ല, പക്ഷേ ആ കുറിപ്പ്, പുസ്തകങ്ങൾ ധാരാളം പിന്നെ ഓൺലൈനിലൊക്കെ വന്ന ആ കുറിപ്പ് നമുക്ക് തന്നെ ഉമ്മയെ അവിടെ അടുത്തിരുത്തി വായിച്ച് കേൾപ്പിച്ചു എന്ന് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്കൊരു സന്തോഷമായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ നമ്മുടെ ഫ്ലാറ്റിൽ ഷൂട്ട് നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പാർട്ട്മെൻറ്റ് കോമൺ ഏരിയയിൽ വെച്ച് അദ്ദേഹത്തോട് വളരെ വളരെ നല്ല ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇതാണ് പറഞ്ഞത്, നമുക്ക് തോന്നും കർക്കശക്കാരനാണെന്ന്, പക്ഷേ അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ നല്ല എന്താ പറയുന്നത്, ഒരു പുറമോടി നമുക്ക് അങ്ങനെ തോന്നുമെങ്കിൽ അങ്ങനെയല്ല. എല്ലാവരും കുറച്ച് അങ്ങനെ ഒരു കർക്കശ്യം ഉണ്ട്. പക്ഷെ അല്ലാതെ വളരെ ഒരു എന്താ പറഞ്ഞാൽ അദ്ദേഹം ഒരു പച്ച മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. യാത്രയിൽ നേരത്തെ പറഞ്ഞു ഹൈവേ ഹാലൂസിനേഷൻ്റെ ഒരു കാര്യം പറഞ്ഞു. അതുപോലെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ട്? ഇപ്പോൾ ലോക്കൽ ആൾക്കാരെ കാണുക, സംസാരിക്കുക, അല്ലെങ്കിൽ ഫുഡ്, അതൊന്നും അല്ലാതെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
പങ്കുവയ്ക്കാനുള്ളത്? അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അനുഭവം മനസ്സിലേക്ക് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ധാരാളം ട്രാവൽ സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാനും നിധിയും കൂടി പോയൊരു യാത്രയാണ് ഹിമാചലിലെ കുറച്ച് ഗ്രാമങ്ങൾ തേടി. അപ്പോൾ ഈ ഹിമാചലിലെ ഗ്രാമത്തിൽ ഡൽഹൗസി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ അന്ന് ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഈ ഡൽഹൗസിയിൽ നിന്ന് അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഹിമാചലിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നൊരു സമയമാണ്. ഈ സെപ്റ്റംബർ മാസം ഒരിക്കലും ഹിമാചലിൽ പോകരുതെന്ന് പറയും, മഴയാണ്, നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പോൾ 2 ദിവസം ഇങ്ങനെ മഴയിൽ കാരണം ഒന്നും ചെയ്യാതെ എല്ലാ പ്ലാനും തെറ്റി ഞങ്ങളിങ്ങനെ ഹോട്ടൽ റൂമിൽ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഞങ്ങളൊരു കാറെടുത്ത് നേരെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ അടുത്തുള്ള ലക്കർമണ്ടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നും ഡൈനിക്കുണ്ട് എന്ന് പറയുന്നൊരു വലിയ കുന്നിൻ്റെ മുകളിലേക്കുള്ളൊരു ട്രക്കിങ്ങാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിന് പോയി. അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം മഴയൊന്നും ഗൈഡും ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒരു ടാക്സി എടുത്ത് പോവുകയാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു എയർഫോഴ്സിൻ്റെ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഡ്രോൺസോ അങ്ങനെയൊന്നും അവർ അലൗഡല്ല. ക്യാമറയൊക്കെ തന്നെയാണെങ്കിലും വളരെ സൂക്ഷിച്ച് വേണം. അത് സേനയാണ് ആ ഒരു ഗ്രാമം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് കയറുകയാണ്. അപ്പോൾ നല്ല സുന്ദരമായ സ്ഥലമാണ്. അതെങ്ങനെ എൻ്റെ കാരണം അത്രയും ഗ്രീനറിക്ക്, നീലാകാശവും ഗ്രീനറിയും പച്ച പുൽമേടുകളും അതിൻ്റെ താഴെ എയർഫോഴ്സിൻ്റെ ബേസ് സ്റ്റേഷനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കുന്ന് കയറി ആകാശത്തിൻ്റെ അറ്റത്തേക്ക് പോകുന്ന പോലെ തോന്നും. ഒരു സൈഡിൽ അത്യഗാധമായ കൊക്കയും, അങ്ങനെ ഒരു ഇതിലാന്ന് കിടക്കുന്ന വലിയ കുന്നിൻ പുറമാണ്. ഞങ്ങളിങ്ങനെ കുറേ അങ്ങ് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പൊലാനി ദേവിയുടെ ക്ഷേത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ ക്ഷേത്രം അടുക്കാറായപ്പോഴത്തേനും ഈ തൊട്ട് ഫ്രണ്ടിലുള്ള ആളിനെ കാണാൻ വയ്യാത്ത രീതിയിലങ്ങ് മൂടൽമഞ്ഞായി. ഇത് സമയമായിരിക്കും ഒരു ഈവനിങ് ഒരു 5 o'clock. അത് ഒരു 4 നമ്മളങ്ങോട്ട് കഴിഞ്ഞ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പേ ഉള്ളൊരു സമയം. നല്ല ഭംഗിയിൽ കിടക്കുകയാണ്, നമുക്ക് ആ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ ഒരു ആംബിയൻസ്. എന്നിട്ട് ഞങ്ങൾ മുകളിലോട്ട് എത്തി, ക്ഷേത്രത്തിനടുത്ത് എത്തിയപ്പോഴത്തേനും ഒന്നും കാണാൻ വയ്യാതെ കടുത്ത മൂടൽമഞ്ഞിൽ ഞങ്ങൾ രണ്ടുപേരും അപ്പുറപ്പുറമുള്ള ആളെ കാണാൻ പോലും വയ്യാത്ത രീതിയിൽ തപ്പി നടക്കുക. ഒറ്റ ഗ്ലാൻസിൽ ഈ മൂടൽമഞ്ഞ് ഇങ്ങനെ ഈ ഒരു കർട്ടൻ മാറ്റിയ പോലെ മൂടൽമഞ്ഞ് മാറി ചുവന്ന നിറത്തിൽ ഈ ക്ഷേത്രം നമ്മുടെ മുന്നിൽ അങ്ങ് വിസിബിളായി. എന്നിട്ട് വിസിബിളായതിനു ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് അതിമനോഹരമായൊരു റെയിൻബോയും. മഴവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, 7 നിറങ്ങൾ വിസിബിളായിട്ട് ആ വലിയ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ആകാശത്തിനെ തൊടാൻ പോകുന്ന പോലെ നിൽക്കുക. അതിൻ്റെ അവിടുന്ന് കാണുന്ന കാഴ്ച കൈലാസ് ദർശൻ ആണ് അവിടുന്ന് കാണുന്ന കാഴ്ച. ഇതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ക്ഷേത്രം കണ്ടു, അവിടെ എല്ലാം ഒന്ന് കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരോടൊക്കെ സംസാരിച്ചൊക്കെ ഞങ്ങൾ താഴോട്ട് വരികയാണ്. പിന്നെ ഞങ്ങൾ ഫ്രീ ആയി. വളരെ സുന്ദരമായ ക്ലൈമറ്റ്, ഉഗ്രൻ തണുപ്പ്, ഇളങ്കാറ്റ്, ഇതെല്ലാം എത്തി. സൂര്യൻ പതുക്കെ മങ്ങാൻ തുടങ്ങി. സൂര്യൻ മങ്ങി കുറച്ച് മലമുകളിൽ ഹിമാചലിലെ സന്ധ്യ അറിയാമല്ലോ, പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ലൈറ്റ് പോകും. അപ്പോൾ ആ മങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ പതുക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. അന്നേരം ഞങ്ങൾ ഇറങ്ങുന്ന സമയം കൊണ്ട് എല്ലാവരും കുന്നിന്മുകൾ അങ്ങ് വിജനമായി. ആ ഒരു 6 o'clock കഴിയുമ്പോഴത്തേനും ആളുകൾ ഇങ്ങനെ ഇറങ്ങിക്കഴിയുകയാണ്. ആളുകൾ ഇറങ്ങി അവർ വിജനമായി താഴെ അങ്ങ് ദൂരെ കുറച്ച് മാഗി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് വന്നത്, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാഗി വാങ്ങിച്ച് കഴിക്കും. കുറച്ച് അപ്പുറമൊക്കെ ഉണ്ട്. താഴോട്ട് ഇറങ്ങിയൊരു പർട്ടിക്കുലർ സ്ഥലത്തെത്തിയപ്പം പെട്ടെന്ന് ആ ഒരു കാറ്റിൻ്റെ, ഇളങ്കാറ്റിൻ്റെ ഒരു ശക്തി ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടിയിട്ട് ഒരു പറ്റം പട്ടികൾ, ഹിമാചലിലെ ഇങ്ങനെ അവർക്ക് നിർബാധം നായ്ക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് നോക്കി ഈ നായ്ക്കളെല്ലാം കൂടെ കുരയ്ക്കുകയാണ്. മലയുടെ ആ താഴ്വാരത്ത് ഏറ്റവും താഴെ മറ്റേ ഈ മാഗി അവർ കച്ചവടക്കാരും എല്ലാം ഇങ്ങനെ പണ്ടം മുറക്കി അവരും പോകാൻ നിൽക്കുന്നു. ഞങ്ങൾക്കങ്ങ് ദൂരെ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ക്യാമും കൂടെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂം ചെയ്ത് നോക്കുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ. അത് അപ്പോഴത്തേനും അവിടെ എല്ലാം ഒരു നിശബ്ദമായ അന്തരീക്ഷം. ഈ പട്ടികൾ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് നിന്ന് നോക്കി കുരയ്ക്കുന്നു. അപ്പോൾ ഇതെന്തുവാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് ഇന്ത്യ അവളാണെങ്കിലും ഐഫോണിൽ ഇത് ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോണിൽ നമുക്കിത് എടുക്കാൻ പറ്റുന്നില്ല, ഇതങ്ങ് ഷേക്കാവുക. ഇതെന്തുവാ ചേച്ചി എന്നെ നോക്കുന്ന അവൾ പറയുന്നുണ്ട്, ഞാൻ ചെല്ലുന്നുണ്ട്. ഈ പട്ടികളൊരു പ്രത്യേക അതൊരു നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ അത് അവിടെ നിൽക്കുമ്പോഴേ അത് മനസ്സിലാവും, ഇതിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു വേരിയേഷൻ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നമ്മളെ പേടി ഉളവാക്കുന്ന രീതിയിലുള്ളൊരു മോങ്ങലുണ്ടല്ലോ, അതുപോലെ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയമായി. ആരുമില്ല അടുത്തെങ്ങും, കുന്നിന്മുകളിൽ ടോട്ടലി വിജനം, രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പെട്ടെന്ന് അപ്പോഴത്തേനും ഞങ്ങൾക്ക് ആ മനസ്സാന്നിധ്യം ഇറങ്ങാനുള്ള തൊട്ടപ്പുറത്തൊക്കെ ഒക്കെയും എല്ലാം ഞങ്ങളെ പിന്നെ പേടിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ താഴെ ഇങ്ങനെ ഇറങ്ങി ഈ കുതിരക്കാരടുത്ത്, ഈ മാഗി കച്ചവടക്കാരടുത്ത് വന്നപ്പോൾ ഇവർ പറഞ്ഞാൽ അവരെ ഞങ്ങളെ കുറേ നേരം കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഈ ദുർദേവതകളുടെ കുന്ന് എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
പൊലാനി ദേവിയുടെ ക്ഷേത്രവും അവിടെ ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഈവനിങ് ആയ ഗ്രാമവാസികളവിടെ നിൽക്കത്തില്ല, ശരി. അവരപ്പോഴും അവിടുന്ന് പോരും. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഹോസ്റ്റലിലും ഒക്കെ താമസിക്കുമ്പോഴൊക്കെ അവരുടെ എല്ലാവരുടെയും ഓജോ ബോർഡും ഒക്കെ ആയിട്ട് അവർ സജീവമാകുമ്പോൾ ഇതിലൊന്നും ഒരു വിശ്വാസവും അങ്ങനെ എനിക്ക് ഇപ്പോഴും ഇല്ല. പക്ഷെ അന്നേരത്തെ ആ ഒരു മൊമെൻറ്റിൽ നന്നായിട്ട് പേടിച്ചു. കാരണം അവിടുന്ന് നമുക്ക് രക്ഷപ്പെടണം, ആ ഒരു സംഭ്രമത്തിൽ പിന്നെ ക്യാമറ കാണുന്നില്ല, ക്യാമറ എടുത്തെടുക്കുന്നു, പട്ടികളെല്ലാം കൂടെ ചുറ്റും നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ കറങ്ങുന്ന പോലെ പട്ടികൾ. അവിടുന്ന് നമുക്ക് രക്ഷപ്പെട്ട് നമ്മളെ കടിക്കുമോ, അത് എന്തോ ഒരു സ്ഥലത്തോട്ട് നോക്കി നിന്നാണ് ഇതെല്ലാം കൂടി കുരയ്ക്കുന്നത്. ഈ താഴെ ഇറങ്ങിയപ്പോഴാണോ ഈ കഥ ഈ താഴെ ഇറങ്ങുമ്പോഴാണ് ഇവർ ഈ കഥ പറയുന്നത്. ഒരു പക്ഷേ എനിക്കൊന്ന് ഈ കഥ താഴേന്ന് കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ മുകളിലോട്ട് കയറുമോ എന്തോന്നൊന്നും അറിയില്ല, നമുക്കന്നേരം അറിയില്ല, അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്യത്തില്ലായിരിക്കും. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവർ നമ്മളെ വിളിച്ചത് അതുകൊണ്ടാണ് ആ സമയത്ത് പിന്നെ അവിടെ ആരും നിൽക്കത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇറങ്ങി താഴോട്ടെന്നാണ് ഇവർ വിളിക്കുന്നത്. നമ്മൾ ഈ ഫോട്ടോയുടെ നല്ല ഭംഗിയുള്ളൊരു സമയമായിരുന്നു അത്, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും അത് എന്താണെന്ന് അവർ പറയുന്നത്, അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, എന്തോ ഒരു ഇത്. അപ്പം ഒന്നിലും വിശ്വാസമില്ലാത്ത ഞാൻ കുറച്ചു നേരം പേടിച്ചു. ഇപ്പോഴും അതിനെപ്പറ്റി ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ ആ ഒരു എന്തോ കാരണം ക്യാമറയും കൂടി ഇങ്ങനെ ഷേക്ക് ആയപ്പോഴത്തേനും നമ്മുടെ എന്താ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കിളി പോയി. രമ്യ തുർക്കിയിലേക്ക് അടുത്ത് പോകുന്നുണ്ടായിരുന്നല്ലേ? തുർക്കിയ ഇപ്പോൾ ഒരു പേര് മാറ്റില്ല. ഇപ്പോൾ നമ്മൾക്ക് റീസെൻ്റ് ആയിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിൽ ഇപ്പോൾ ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ കുറച്ച് ആൾക്കാരെ ബോയ്ക്കോട്ട് ചെയ്യണം, നമ്മുടെ ചിലവിൽ അങ്ങനെ ഒരു ഡ്രോൺ പറത്തണ്ട എന്നുള്ളൊരു ബഹിഷ്കരണമൊക്കെ നടന്ന ചർച്ചയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ. തുർക്കിയിൽ പോയപ്പോഴുള്ള അനുഭവം എങ്ങനെയാണ്? തുർക്കി എനിക്കൊരു വിചിത്രമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ. കാര്യം ഞാൻ ഈ ഇസ്താംബുളിലോട്ട് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൂട്ടിങ് കണ്ടോടാണ് ഞാൻ ഇറങ്ങുന്നത്. അത്യാവശ്യം നല്ലപോലെ ലൂട്ടിങ് ഉള്ള സ്ഥലമാണ്, വളരെ നന്നായിട്ട് സ്നേഹിക്കുന്ന സ്ഥലമാണ്. പക്ഷേ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പാർട്ടും ഇങ്ങനെ ഒരു മുഖവും ശരിക്കും പറഞ്ഞാൽ ഇസ്താംബുൾ നഗരത്തിനുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇസ്താംബുളിൻ്റെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാമങ്ങളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ ഇസ്താംബുളിൽ ഇസ്തിക്കൽ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വന്നു. കാര്യം ഈ എതിരെ വരുന്നവരെല്ലാവരും, ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ റൂമിലും എല്ലാം ഈ ആളുകളിൽ മുഖത്ത് ഇത് പറഞ്ഞ മൾട്ടിപ്ലിക്കേഷനൊക്കെ നടന്ന പോലെ ഫുള്ള് ബാൻഡേജ് ഒട്ടിച്ചേക്കും. ആദ്യം ഞാൻ വിചാരിച്ചു ഇവർ വല്ല ഗുണ്ടാ സംഘത്തിലെ ആളുകൾ വല്ലതും ആണോ, പിന്നെ ചെവിയിലെ ഇയർ ലോബിലെ പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ബാൻഡേജസാണ്. പിന്നെ ഞാൻ ഒരാളോട് അന്വേഷിച്ച് ഈ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനുള്ള സർജറി നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈയിടെയായിട്ട് ഈ കാഴ്ചകള് യുഎയിലും കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ചുണ്ട് ഇത് രണ്ടുമാണ്. ഈ വരുന്ന സ്ത്രീകളുടെ എല്ലാം ചുണ്ടൊക്കെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം അത് മാറ്റം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒറിജിനൽ രൂപം എന്താണെന്ന് ഞാനിങ്ങനെ സങ്കല്പിക്കാറുണ്ട്. കാരണം അത്രയും സർജറി, ചിലർ ബട്ട് ലിഫ്റ്റിങ് നടത്തിയിരിക്കുന്നു, ബ്രസ്റ്റ് എൻഹാൻസിങ്, എല്ലായിടവും സർജറിയുടെ പാടുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ തന്നെ 1500 ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകൾ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും മെഡിക്കൽ ടൂറിസം, ഈ കോസ്മെറ്റിക് സർജറി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ധാരാളം ഈ സർജറികൾ നടക്കുന്നുണ്ട്. ശരിക്കും സുന്ദരന്മാരും സുന്ദരികളാണ് അവിടുത്തെ ആൾക്കാർ, അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നാണ് ആളുകൾ അവരെ പോലെ. ശരിക്കും ഇസ്താംബുളിലെ സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നത് ഗ്രീസിൽ നിന്നൊക്കെ ഇങ്ങോട്ടൊരു മൈഗ്രേഷനൊക്കെ ഉള്ള, കാരണം ഒരു ബസ്സിലോട്ടൊക്കെ നമ്മൾ കയറുമ്പം ഒരു ബസ് നിറയെ സുന്ദരന്മാരും സുന്ദരികളും. ഞാൻ പറഞ്ഞൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഋത്തിക് റോഷൻ്റെ കണക്കാൻ എനിക്ക് തോന്നിയത്. അത് തന്നെ പല ഇച്ചിരി മൂക്ക് നീണ്ട ഋത്തിക് റോഷൻ, താടി വളർത്തിയ ഋത്തിക് റോഷൻ, അങ്ങനെ ഒരു 11-12 പേര് നിന്ന് അവിടെ നിൽക്കുകയാണ്. വീട്ടിൽ ആർക്കാണ് സൗന്ദര്യക്കുറവ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ സൗന്ദര്യന്മാരുടെ സുന്ദരികളുടെ നാടാണ്. ഇതുപോലെ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായതാണ്. ഞാൻ എൻ്റെ മോളും കൂടിയാണ് പോയത് ഇസ്താംബുളിൽ. അപ്പം ഞങ്ങൾ രണ്ടുപേരും നോക്കുന്ന പോയിന്റൊക്കെ ഒന്നാണ്. അപ്പോൾ എത്തിക്കല് നമ്മൾ പറയാം, അമ്മ നമ്മൾ രണ്ടുപേരും ഒരാളെ നോക്കുന്നത് ശരിയാണോ? അപ്പൊ അമ്മയുടെ കൂടെ വരേണ്ടിയിരുന്ന അല്ല, അല്ലെങ്കിൽ അമ്മ എന്റെ കൂടെ അല്ല ഇങ്ങോട്ട് വരേണ്ടിയിരുന്ന, അങ്ങനെയൊക്കെ നമ്മൾ തമാശ പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരു ഭംഗിയുള്ളൊരു ലേഡീനെ കണ്ടിട്ട് എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ ഒരു ഫോട്ടോ ഞാൻ പോയെടുത്തിട്ടുണ്ട്. നിങ്ങളെ കാണാൻ ഞങ്ങളുടെ നാട്ടില് സിനിമാനേക്കളും ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഫോട്ടോ ഒക്കെ അതൊക്കെ ഇപ്പോഴും എന്റെ ഗാലറിയിലുണ്ട് കേട്ടോ. സൗന്ദര്യത്തിന്റെ ഒരു കാരണം ശരി, നീ പറഞ്ഞ പോലെ ഇതുപോലെ എനിക്ക് മോശം അനുഭവം ഉണ്ടായില്ല. ആകെ എനിക്ക് പറയാനുള്ളത് ടാക്സി ഡ്രൈവേഴ്സ് അവര് തോന്നിയെടുത്ത് കൊണ്ട് ഇറക്കും, അത് മാത്രം. അങ്ങനെ തന്നെയാണ് ടാക്സി. പക്ഷെ ഞാൻ വളരെ ചുരുക്കം എടുത്തുള്ളൂ, ബാക്കിയൊക്കെ ഞാനും 2 തവണ എടുത്തപ്പോഴും അവരുടെ ഒരു നമ്മൾ സ്വിറ്റ്സർലൻഡിലും പിന്നെ വിയന്നയിലും ഒക്കെ ടാക്സിക്കാർ എത്രയോ സൗഹൃദത്തിലാണ്. ഇവർ ഒട്ടുമല്ല, ഇവർ ഒന്ന് കറക്കിയിട്ട് ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ഒരു ടൂൾ ഇല്ലെങ്കിൽ അവർ നമ്മളെ എങ്ങനെ അത് ചുറ്റിക്കാൻ നോക്കും. അത് അവിടുത്തെ ഇസ്താംബുളിലെ എല്ലാ ട്രാവൽ ബ്ലോഗുകളിലും നമ്മളത് വായിക്കുന്നുണ്ടല്ലോ, അവർ ചുറ്റിച്ച കഥകളാണ്. ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട് ആൾക്കാരുടെ? ആറ്റിറ്റ്യൂഡ് ഈ തുർക്കിയിലെ റേസിസം എനിക്ക് അനുഭവപ്പെട്ടത് ഈ അന്റാലിയ എന്ന് പറയുന്ന കടലോര നഗരത്തിലേക്ക് പോയതാണ്. അപ്പം ഞാൻ അവിടെ ഒരു ബെർലിൻ എന്ന് പറയുന്ന ഫുള്ള് ഹോസ്റ്റൽസിലായിരുന്നു ടർക്കി യാത്ര മൊത്തം.
ഈ യുദ്ധത്തിന് തൊട്ട് മുന്നേ ആണല്ലോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പം അന്നേരം അവിടെ ഒരു മറ്റൊരു ഇഷ്യൂസൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളങ്ങനെ വളരെ ഹാപ്പിയായിട്ട് ചെന്നിറങ്ങുകയാണ്. അപ്പോൾ ഈ റേസിസം ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഇത്രയും രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് അനുഭവിച്ചത് ഈ അന്റാലിയ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചാണ്. ഞങ്ങൾ ചെന്ന ഈ ഹോസ്റ്റലിലെ ഓണറിന് ആദ്യമേ നമ്മളെ അത്ര കൂട്ടി ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ താമസിക്കുന്ന ആ ഡോമെട്രിക്കകത്ത് AC വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അത് ശരിയാക്കാൻ ശ്രമിച്ചിട്ട് അവസാനം ഞങ്ങൾക്ക് മറ്റൊരു റൂമാണ് തന്നത്. അപ്പം അത്രയും നേരം അവിടെ ഒരു ചെറിയ സംസാരം നടന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ മുഖത്തോട്ട് വാതിൽ വലിച്ചങ്ങടച്ചു. അപ്പം ഞങ്ങൾ അടുത്ത ഡോമെട്രി പോയി. അവിടെ AC ഒക്കെ ഉണ്ടായിരുന്നു, സുഖമായിട്ട് കിടന്നു. കാരണം കടലോര നഗരമായതുകൊണ്ട് ഹ്യൂമിഡിറ്റി ഉണ്ട്, ചൂടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ ഞങ്ങൾ ഇപ്പം ലാറ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ഇതിൻ്റെ കോമൺ ഏരിയയിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകള് സ്കൂൾ കുട്ടിയാണ്. അപ്പോൾ അവൾ ആ ലഞ്ച് ബോക്സും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. നമ്മൾ അവിടെ ഇരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ നമ്മളെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുത്ത് എറിയുന്നു, ദേഷിക്കുന്നു, അവിടെ ലഞ്ച് ബോക്സ് എടുത്ത് എറിയാൻ ശ്രമിക്കുന്നു. ഡൈനിങ് ഏരിയ അല്ലേ? ഡൈനിങ് ഏരിയ അല്ല, ഒരു കോമൺ ഏരിയ. അപ്പോൾ കുട്ടി വന്ന് ഇരിക്കുക അവിടെ. കോമൺ ഏരിയയിൽ നമുക്കിപ്പോൾ യാത്രക്കാർക്കും വന്നിരിക്കാം. അപ്പോൾ ഇതിന് ഏറ്റവും വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അച്ഛൻ ഇതിനെ വിലക്കുന്നുമില്ല. അപ്പോൾ അത് എനിക്ക് മനസ്സിലായത് ടർക്കിയിൽ ഇസ്താംബുൾ നഗരത്തിൽ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടാണ് ആളുകൾ ബിഹേവ് ചെയ്യുന്നത്. കാരണം അവർക്ക് ടൂറിസ്റ്റുകളെ വേണം എപ്പോഴും. ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ അൺപോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഈ റേസിസം ശരിക്കും ഉണ്ട്. അപ്പോൾ അത് കുട്ടിയിൽ കൂടി അതങ്ങ് പുറത്തോട്ട് വന്നതാണ്. ഞാൻ അത് ശരിക്കും അത് ഒരു ഒബ്സർവ് ചെയ്തൊരു കാര്യം തന്നെയാണ്. കുട്ടി അങ്ങനെ മോശമായിട്ട് ബിഹേവ് ചെയ്യുമ്പം എൻ്റെ പേരൻ്റ് അതിനെ വിലക്കിയില്ല. അതെനിക്ക് വളരെ ഒരു ഓഡായിട്ട് തോന്നിയൊരു കാര്യമാണ്. അതുപോലെയാണ് നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ അവർ നമ്മളെ നിന്ന് ചെറിയ കളിയാക്കിക്കൊണ്ടൊക്കെ ചോദിക്കും. സിംഗപ്പൂരിലും ഉണ്ട്. അല്ല, ഇത് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുമ്പോഴാണ് ആ പ്രശ്നം. ടാക്സി കയറി ഞാൻ സെലീഷും കൂടെ കയറിപ്പോൾ ഹസ്ബൻഡും കൂടെ കയറിപ്പോൾ അവർ ചോദിക്കാം, നിങ്ങൾ ഇന്ത്യക്കാർ മൊത്തം ഈ വാക്കിംഗ് സ്ട്രീറ്റിലുണ്ടല്ലോ. ഡബിൾ മീനിങ് വെച്ചിട്ടാണ്. ആൾക്കറിയാം ഞങ്ങൾ ഭാര്യയും ഭർത്താക്കളാണ്, ട്രാവൽ ചെയ്യുന്നതെന്ന് മനസ്സിലായി. എന്നിട്ടും പറയുന്നതാണ്. അപ്പം ഞാൻ തിരിച്ചെന്ത് കൊടുത്തു എന്നറിയോ? ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങൾക്ക് എത്ര വരുമാനം അതുകൊണ്ട് കിട്ടണമെന്ന്. അപ്പം ഈ ബിഹേവ് ചെയ്യുമ്പോൾ ഇവരും ആലോചിക്കുന്നില്ല. മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനും വേണ്ടി തുർക്കി ഇഷ്ടംപോലെ എടുത്തിരുന്നു. പിന്നെ അത് അവരുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് ഇത് കാരണം അവർക്ക് കോടികളുടെ നഷ്ടമാണല്ലോ ഉണ്ടായത്. അത് ഞാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഫ്ലൈറ്റിൽ എത്രയോ ഇന്ത്യൻസ് ആയിരുന്നെന്നറിയോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ടാക്സിം സ്ക്വയറിൽ കൂടെ നടക്കുമ്പോൾ മലയാളമാണ് കേൾക്കുന്നത്, പച്ച മലയാളം കേൾക്കുകയാണ് നമ്മൾ. അപ്പോൾ എത്ര ടൂറിസ്റ്റുകളായിരുന്നു അവിടെ വന്നിരുന്നത്. ഈ സഞ്ചാരം കാരണം ഒരുപാട് സുഹൃത്തുക്കളെ രമ്യക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനും അതിലൊരാളാണ്. എനിക്ക് കിട്ടിയൊരു സുഹൃത്താണ് രമ്യ. അതുപോലെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു പബ്ലിക് ഫിഗേഴ്സിലെ മുരളി തുമ്മാരോടി, അദ്ദേഹം രമ്യ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ രമ്യയുടെ ബുക്കിനെ കുറിച്ച് എഴുതാൻ സമയം കണ്ടെത്തുന്നതും എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനമാണ് കേട്ടോ ഞാനിത് കാണുന്നത്. അതായത് വളർന്നു വരുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ, രമ്യയുടെ മാത്രമല്ല വേറെ 1-2 ആൾക്കാരുടെ അദ്ദേഹം ഇപ്പോൾ വിദേശ വിദ്യാഭ്യാസ മേഖലയിൽപ്പെട്ട ആൾക്കാർ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സഞ്ചാര മേഖലയും സുഹൃത്ത് ബന്ധങ്ങളും അതിനെ പറ്റിയൊന്ന് പറയുമോ? അതൊരു പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയയും എഴുത്തിലും കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളാണ്. കാരണം എനിക്കൊന്ന് ലോകമെമ്പാടും ചിതറിക്കിടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ വളരെ പ്രഷ്യസായ ഒരാളാണ് മുരളിച്ചേട്ടനെ. കാരണം ആദ്യകാലത്ത് ഞാനൊരു സഞ്ചാരി മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ എഴുത്തിലേക്ക് എന്നെ വലിച്ചിട്ടതിൽ അദ്ദേഹത്തിനൊരു വലിയ പങ്കുണ്ട്. ഒരു ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് നന്നായിട്ട് ട്രാവലോഗ്സ് എഴുതുന്ന ആളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമായിരുന്നു. എനിക്ക് ഒട്ടും തന്നെ അങ്ങനെ ഒരു, കാരണം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ 1000 ഫ്രണ്ട് റിക്വസ്റ്റും ഒക്കെ ആയിട്ട് എൻ്റെ ഫേസ്ബുക്ക് മറ്റൊരാളായിട്ട് മാറിയ പോലായിപ്പോയി. അങ്ങനെ ആ ഒരൊറ്റ ദിവസം. അതിന് മുമ്പ് ഞാൻ പരിചയം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തോട്ട് ഇങ്ങനെ അറിയാൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണെന്നുള്ളതല്ലാതെ ഒരു ഗാഢമായ സൗഹൃദമില്ല. അപ്പോൾ അദ്ദേഹം, ഞാൻ അതൊരു വലിയ കാര്യമാണ്. കാരണം അത് ഒരുപാട് അറിയാത്ത ഒരാളെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് കണ്ടിട്ട് ഒരു പ്രൊമോട്ട് ചെയ്യാനുള്ള, അത് വളരെ കുറച്ച് പേർക്ക് മാത്രമുള്ള ഒരു സ്വഭാവമാണ്. അത് ഈ അടുത്തിടയ്ക്ക് എഴുത്തുകാരൻ അഷ്ടമൂർത്തി സാറും ഇതുപോലെ തന്നെ പുസ്തകം, എനിക്ക് അധികം പരിചയമില്ല അദ്ദേഹത്തിന്, അദ്ദേഹം പുസ്തകം വില കൊടുത്ത് വാങ്ങിച്ചൊരു വലിയ കുറിപ്പ് അങ്ങ് എഴുതി. അതിനുശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചു. അതൊക്കെ ഞാൻ മുരളിച്ചേട്ടനെ ആയാലും നമ്മൾ ഇങ്ങനെ ആളുകളെ പിന്നെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മനസ്സൊരു വലിയ കാര്യമാണ്. അത് പലപ്പോഴും നമുക്ക് പല എഴുത്തുകാർക്കോ അങ്ങനെ വലിയ ആളുകൾക്കോ ഇല്ലാത്ത ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇസ്താംബുളിനെ പറ്റി പറയുമ്പോഴാണ് മ്യൂസിയം ഓഫ് ഇന്നസെൻസ്
പോകാൻ പറ്റിയിരുന്നു അവിടെ? അത് ഇവിടെ പോകാൻ പറ്റിയിരുന്നു. എന്തായിരുന്നു അനുഭവങ്ങള്? അത് ഞാൻ ഇവിടെ എഴുതുകയും ചെയ്തു കേട്ടോ. അതൊരു വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലോ, വായിച്ച പുസ്തകങ്ങൾ തേടിയുള്ള യാത്രയിൽ ടർക്കിഷ് എഴുത്തുകാരനായ ഓർഹാൻ പാമുക്കിൻ്റെ ഈസ്താംബുൾ ദി മെമ്മറീസ് ഓഫ് എ സിറ്റി, പിന്നീട് മ്യൂസിയം ഓഫ് ഇന്നസെൻസ് നിഷ്കളങ്കതയുടെ ചിത്രശാല, ഈ 2 പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ ഈസ്താംബുളിലേക്ക് ഫ്ലൈറ്റ് കയറുന്നത് തന്നെ. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അതിശയം തോന്നിയത്, ഞാൻ ഈ ടാക്സിം സ്ക്വയറിലൊക്കെ അന്വേഷിക്കുമ്പം ഓർഹാൻ പാമുക്കിനെ പലർക്കും അറിയത്തില്ല. അവിടുത്തെ തോന്നിയില്ല കണ്ടുപിടിച്ചത് അതാണ്. അപ്പോൾ അറിയില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഗൂഗിൾ വാക്കിൻ്റെ ഹെൽപ്പിൽ തന്നെയാണ് അവിടെ എത്തിച്ചേർന്നത്. അത് കാരണം ഈസ്താംബുൾ നഗരത്തിൻ്റെ പ്രത്യേകത കുന്നും മലകളും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ഇതാണ്. ഉയർച്ച താഴ്ചകൾ ഏറ്റവും കൂടുതലുള്ളത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു നഗരം കാണുന്നത്. അത് ഫസ്റ്റ് ഗിയർ പോലും കയറാൻ പറ്റാത്ത അങ്ങനെയുള്ള റോഡുകളായില്ലേ ശരിക്കും തോന്നിയില്ലത്. അപ്പോൾ ഒരു വലിയ കുന്നിറങ്ങി ഞാൻ ചോദിച്ച് ഈ മ്യൂസിയം ഓഫ് ഇന്നസെൻസിൽ അവിടെ എത്തുകയാണ്. അപ്പം 1000 റുപ്പീസ് എങ്ങനെയാണ് അതിൻ്റെ എൻട്രി ഫീ. അവിടെ കയറി. അപ്പം ഞാൻ ഹസ്ബൻഡും തമ്മിലുള്ളൊരു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ കയറും, അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള ഇപ്പോൾ ഓട്ടോമൊബൈൽ മ്യൂസിയങ്ങളും അദ്ദേഹം കയറും. അങ്ങനെ 2 പേർക്ക് കോമൺ ഇൻട്രസ്റ്റ് ഉള്ളിടത്ത് 2 പേരും അങ്ങനെ. അപ്പം ഞാൻ അകത്ത് കയറി. അപ്പം ഞാൻ തികച്ചും ഒറ്റയ്ക്കാണ് ഈ നഗരത്തിൽ ഈ മ്യൂസിയത്തിനകത്തേക്ക് കയറുന്നത്. ഞാനും എൻ്റെ അനുഭവം ഇതേപോലെ, എൻ്റെ മോള് പുറത്തിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് കയറി. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് മീൻസ് നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റ് കൂടിയ ആളകത്ത് പോകുക എന്നുള്ളത്. അകത്ത് ചെന്ന് ഞാനിങ്ങനെ സ്തബ്ധയായിട്ട് നിന്നുപോയി. കാര്യം ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, കമാലും ഫുസൂനും തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ കഥയാണ്. ഉന്നത കുലജാതനായ ടർക്കിഷ് യുവാവായ കമാലും തന്നെക്കാട്ടി വളരെ താഴ്ന്ന ഒരു യുവതിയായിട്ട് അടുത്ത ബന്ധുവായ യുവതി, അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം മറ്റൊരു യുവതിയായിട്ട് ഒരു ഉന്നത കുലജാതയായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു നിഷ്കളങ്ക പ്രണയത്തിൻ്റെയാണ്. അതായത് താൻ അത്യധികം സ്നേഹിച്ചിരുന്ന വ്യക്തി തന്നെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ ബന്ധം എത്ര പ്രഷ്യസ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയത്ത് അദ്ദേഹം തൻ്റെ കാമുകിയുടേതായ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്ന ഒരു കഥയാണ് മ്യൂസിയം ഓഫ് ഇന്നസെൻസ്. ആ ഓർഹാൻ പമുക്ക് എന്ന് പറയുന്ന എഴുത്തുകാരൻ അങ്ങനെ ഒരു മ്യൂസിയം സെറ്റ് ചെയ്തതാണിത്. അപ്പോൾ ചെല്ലുമ്പോൾ ഈ ആദ്യം നമ്മൾ കാണുന്ന ചുമരിലൊരു 4000 കൂടുതൽ സിഗരറ്റ് ബഡ്സ്, വലിച്ച സിഗരറ്റ് കുറ്റികൾ. അപ്പോൾ തൻ്റെ കാമുകി വലിച്ച സിഗരറ്റ് കുറ്റികൾ കൊണ്ടൊരു ചുമര് തന്നെ തീർത്തിരിക്കുകയാണ്. ഇവിടെ ഒരു യുവാവും യുവതിയും നിൽക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു കരച്ചിൽ, തേങ്ങലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ ഈ നിശബ്ദമായ മ്യൂസിയത്തിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഒരു ഓഡിയോ ഗൈഡ് ഉള്ളത് ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. നോക്കിയപ്പോൾ ഇദ്ദേഹം തൻ്റെ കാമുകി തന്നെയാകണം ചുമലിൽ കിടന്ന് കരയുകയാണ്. ഒരു പുരുഷൻ അത്രയും ഇങ്ങനെ കരയുന്ന, ഇൻറ്റൻസായിട്ട് കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഇല്ല പറഞ്ഞ പോലെ തേങ്ങൽ ഇങ്ങനെ സൗണ്ട് അങ്ങ് ദൂരെ വരെ കേൾക്കാം. എന്നിട്ട് ഈ കരഞ്ഞ് എനിക്കത് പ്രണയം കൊണ്ട് മുറിവേറ്റു എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയുള്ളൊരു കാമുകിയാണ് അദ്ദേഹത്തെ തോളിലിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ ഇത് കണ്ടിട്ടാണ് മുകൾ നിലകളിലേക്ക് കയറുന്നത്. ഈ ഓരോ സ്ഥലങ്ങളിലും ഒരു പ്രത്യേക അനുഭവമായിട്ട് തോന്നിയില്ലേ? ഈ ഇൻറ്റൻസായ റൊമാൻസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലം, പ്രണയം കൊണ്ട് മുറിവേറ്റവരും പ്രണയം അനുഭവിക്കുന്നവരുമാണ് ആ മ്യൂസിയം കൂടുതൽ കെട്ടിപ്പിടിച്ച് കരയുന്നവരും ഇങ്ങനെ അങ്ങനെ ഒരു സ്ഥലത്ത്. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഇത് എങ്ങനെ കണക്ട് ആവുമെന്ന് അറിയാം. ഞാൻ പറയട്ടെ, മിഥുനം സിനിമയിൽ ഉർവശിയാണെന്ന് തോന്നുന്നു, നിങ്ങൾ ആദ്യം കത്ത് ഇതൊക്കെ പറയുമ്പോൾ പരിഹാസമാണ് അവിടെ വരുന്നത്. നമ്മൾ ഇത് ഈ കല്ലും കട്ടയൊക്കെ ചുമന്ന് അങ്ങനെ ഏതോ പടത്തിലുണ്ടായിരുന്നു. അത് ശരിക്കും അതിന്റെ ഒരു എംബോഡിമെന്റ് പോലെ. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഇവിടെ വേറെ വൈബാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പൊറുക്കി വെച്ചാൽ നമ്മളെ കളിയാക്കിയത് തന്നെ. ഇത് ശരിക്കും പുള്ളിക്കാരി തുടച്ച കർച്ചീഫ്, പുള്ളിക്കാരി ഇട്ട ഷൂസ്, പുള്ളിക്കാരിയുടെ ചുണ്ടുകൾ പതിഞ്ഞ വൈൻ ഗ്ലാസ്സുകൾ, പിന്നെ ആ കാലഘട്ടത്തിൽ ഈസ്താംബുൾ നഗരത്തിന്റെ ഒരു ഹിസ്റ്ററി തന്നെ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ താഴെ വന്ന് മ്യൂസിയം സൂക്ഷിപ്പുകാരി യാൽഡ, ഇറാൻകാരിയാണ്, ഒരു സ്റ്റുഡൻ്റാണ്, ഇവിടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യണം. അപ്പം അവരെന്നെ ഇങ്ങനെ ഗാഢമായിട്ട് ആലിംഗനം ചെയ്ത്, ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ അപൂർവമായിട്ട് കുറച്ച് ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ തിരക്കും കുറവല്ലേ? തിരക്ക് തീരെ കുറവാണ്. ഒരു ബൊഹീമിയൻ തെരുവിലാണല്ലോ ഇത്. അപ്പം ഈ പേര് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു ഇറാനിലെ നീളം കൂടിയ ഡിസംബർ രാത്രിയുടെ പേരാണ് ഈ യാൽഡ. ഇത് ഞാൻ അന്നേരം അത് രസകരമായ എത്ര പോയറ്റിക്കായൊരു പേര്. അപ്പം ഞാൻ ആ ഒരു സംരംഭത്തിനിടയ്ക്ക്, കാരണം ആ മ്യൂസിയം അവിടെ എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം ഇരിക്കുന്നു, പിന്നെ കഥാകാരൻ്റെ തന്നെ ഇഷ്ടംപോലെ ഫോട്ടോസുമായിട്ട് ഒരു മായിക ലോകത്തിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പം ഞാൻ നേരെ പോയി ഹോസ്റ്റലിൽ പോയി രാത്രി കിടക്കുമ്പോൾ ഞാൻ ഈ പേരങ്ങ് മറന്നുപോയി. അപ്പം ഞാൻ സംസാരിക്കുകയാണ്, ഞാൻ അത് ഈ ആളുടെ മീനിങ് ഞാനങ്ങ് മറന്നുപോയി. ഇറാൻ ഇതല്ലേ, അതെന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തെ ബെഡിൽ നിന്നൊരു സൗണ്ട്,
അത് ഡിസംബറിൽ നീളം കൂടിയ രാത്രിയാണെന്ന്. അപ്പോൾ ഒരു ഇറാൻകാരനാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അയ്യോ എന്ന് പറയും. പുള്ളിക്കാരൻ ഇങ്ങനെ ഇറങ്ങി വന്ന് എന്നെ ഹഗ് ചെയ്ത് അദ്ദേഹം കുറേ ഇറാനിലെ കഥകളൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കത് കാരണം ഇറാനിയൻസിൻ്റെ ഒരു പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോംപ്ലക്ഷനൊക്കെ ഒരു വേറിട്ടൊരു അനുഭവമാണല്ലോ. അപ്പോൾ അദ്ദേഹം കുറേ നേരം തൻ്റെ നീലക്കണ്ണുകളും വെച്ച് എന്നോടും ഹസ്ബൻഡിനോടും സംസാരിച്ചുകൊണ്ടിരുന്ന് എന്നിട്ട് വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാൻ അതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഭയങ്കരമായിട്ട് വിലമതിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഉറക്കത്തിൽ ഞാൻ നോക്കുമ്പോൾ ബെഡിന്ന് ഒരു ശബ്ദം, അതിൻ്റെ സൗണ്ട്. അപ്പം പുള്ളിക്ക് കാര്യം മനസ്സിലായി, ഞാനത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ യൂറോപ്പ് ട്രിപ്പിൽ പോയപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ ലിക്കർ എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ നമ്മുടെ അടുത്ത പ്രശ്നമാണ്. അതാണ് വലിയ പ്രശ്നമാണല്ലോ. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ എയർ ഹോസ്റ്റസ് വളരെ മോശമായിട്ട് വഴക്ക് പറയുന്നത് കേട്ടോണ്ടാണ് ഞാൻ രാത്രി ഉണരുന്നത്. കാരണം അനുവദിച്ചതിൽ നിന്നും ക്വാണ്ടിറ്റിയിൽ നിന്നും എത്രയോ അധികം സാധനം ഇദ്ദേഹം ഉള്ളിൽ ചെലുത്തി കഴിഞ്ഞു. വീണ്ടും ഇദ്ദേഹം ഒരു പുഴു ഇഴഞ്ഞ് ചെല്ലുന്ന പോലെ ചെല്ലുകയാണ് ഇവരുടെ അടുത്തോട്ട്. അപ്പോൾ ഇവർ സ്കോൾഡ് ചെയ്യുന്ന കേട്ടോണ്ടാണ് ഞാൻ ഉണരുന്നത്. അപ്പോൾ ഈ പോയ ആൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ 20-25 കൺട്രി യാത്ര ചെയ്ത ആളാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം മാറേണ്ടിയിരിക്കുന്നത് എന്നുള്ളത്. അത് നമ്മൾ ഒരു സ്ഥലത്തെ കുറ്റം പറയില്ല, നമ്മൾ ഓരോ യാത്രയും നമ്മളെ റിഫൈൻ ചെയ്യണം ഇല്ലേ. നമ്മൾ ഈ യാത്രയിൽ നിന്നൊരു നവീകരണമൊന്നുമില്ല, ആത്മാവിൻ്റെ ഒരു ഇതും കൂടിയാണല്ലോ ഇത്. അതും കൂടി ഒന്ന് നമ്മൾ അവിടെ നിന്ന് കാണുന്ന നല്ല കാര്യങ്ങൾ പഠിക്കണമെന്ന് എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഡെഫിനറ്റ്ലി ഇവിടെ പിന്നെ പോപ്പുലേഷൻ കൂടുതലാണ്, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഗൾഫിൽ ചെല്ലുന്നൊരു മലയാളി അവിടുത്തെ എല്ലാ ചിട്ടകളും നിയമങ്ങളും പാലിക്കുന്നില്ല. സിംഗപ്പൂരിൽ എന്താണ് അവസ്ഥ? സിംഗപ്പൂരിൽ നമുക്ക് സിംഗപ്പൂർ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമില്ലേ, നമ്മൾ ആ ശ്രീനിവാസൻ പറയുന്ന പോലെ എൻ്റെ അമ്മ എൻ്റെ അച്ഛ എന്നെ കുറച്ചുകൂടെ ആ സ്ഥലത്തോട്ട് ജനിപ്പിച്ചുകൂടായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചു പോകത്തില്ലേ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് മാറ്റാൻ പറ്റും. കാരണം മലയാളിയോളം ഇന്ത്യനോളം, ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി. അതിങ്ങനെ എപ്പോഴും അതിൻ്റെ ഒരു പ്രശസ്തി ഞാൻ പറഞ്ഞില്ല. ഞാൻ ശ്രീനഗറിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ വാം വെൽക്കം. എന്താണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ള നാട്ടിൽ നിന്ന് വരുന്ന ആളുകളല്ലേ, നിങ്ങളെ വെൽക്കം ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് വെൽക്കം ചെയ്യേണ്ടത്? ഇതൊക്കെ ഇങ്ങനെയുള്ള പേരുകളും നമുക്കുണ്ട്. ടർക്കിയുടെ ഇസ്താംബുളിലെ തെരുവിലൂടെ നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നർഗീസിൻ്റെ നാട്ടിൽ നിന്നല്ലേ വരുന്നത്, രാജ് കപൂറിൻ്റെ നാട്ടിൽ നിന്നല്ലേ വരുന്നത്? അതാണ് പോളണ്ടിലേക്കുള്ള പിന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഫ്രാൻസിൽ നിന്നും സ്വിസ്സിലേക്കുള്ള യാത്രയിൽ ഒരു പോളണ്ടുകാരി ചോദിക്കുന്നുണ്ട്, പിന്നെ ഷാരൂഖ് ഖാൻ്റെ ആ മൂവി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇങ്ങനെ കുറെ ഇങ്ങനെ സോഫ്റ്റ് ഈ റഷ്യൻ സൈഡിലത്തെ കൺട്രീസിലെ റഷ്യക്കാരൊക്കെ പഴയ അമിതാഭ് ബച്ചൻ അവരുടെ ഫാൻസ് ആണ്. ഇപ്പോഴത്തെ ആൾക്കാർ അവർക്ക് അറിയുമെന്നല്ല അറിയില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ എറ്റിക്യൂട്ട്സ് ആൻഡ് മാനേഴ്സ് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ബഹുദൂരം മുന്നേറേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഫ്ലൈറ്റിൽ ബിഹേവ് ചെയ്തത് അതുകൊണ്ട് പലപ്പോഴും എയർ ഹോസ്റ്റസുകൾ മടി പറയാറുണ്ടെന്ന്. നമ്മുടെ എയർലൈനുകൾ, ഇങ്ങോട്ടുള്ള എയർലൈനുകളിൽ വർക്ക് ചെയ്യുന്ന അതൊക്കെ നമ്മൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നത്. യാത്രകളിൽ നമ്മൾ അതല്ലേ പഠിക്കേണ്ടത്. ഇങ്ങനെ പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, മലേഷ്യയിൽ ഫസ്റ്റ് മലേഷ്യൻ ട്രിപ്പിലാണ് ഒരു 10-18 വർഷം മുമ്പുള്ള ഒരു മലേഷ്യൻ ട്രിപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ക്യൂ നിൽക്കാൻ പഠിച്ചത്. കാര്യം ഞാൻ മിഹിർജ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എൻ്റെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സിൽ ഇടിച്ച് കയറിയുള്ള ശീലമല്ല. എൻ്റെ കോളേജിൽ പോകണമെങ്കിൽ എനിക്ക് ഒരു ബസ്സേ ഉള്ളു, അതിൽ ഇടിച്ച് കയറിയുള്ള ശീലത്തിലാണ് നമ്മൾ പോകുന്നത്. ചെന്നപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാനിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇടിച്ച് കയറാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻ വന്ന് മിഹിർജ സ്റ്റേഷനിൽ നിൽക്കുന്നു. എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്യൂ ഫോം ചെയ്യുന്നു, രണ്ട് സൈഡിലേക്ക് വരുന്ന ആളുകൾക്ക് ഇറങ്ങാൻ വേണ്ടി നടുക്കൊരു പാത്ത്. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ ഫോം ചെയ്യുക. ഇതിനിടയ്ക്ക് ഞാൻ ഓൺ യുവർ മാർക്ക് റെഡി എന്നും പറഞ്ഞ് അകത്ത് കയറാൻ നിന്ന ഞാനാരായി എന്നൊക്കെ എൻ്റെ ഹസ്ബൻഡും മോളും ഒക്കെ എപ്പോഴേ ആ ക്യൂവിൽ വളരെ സിവിലൈസ്ഡ് ആയിട്ട് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ആ ഒറ്റ ഇൻസിഡൻറ്റോടുകൂടി പിന്നെ ക്യൂ നിൽക്കാൻ പഠിച്ചു. ഇന്ത്യയിൽ നമ്മൾക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് കുറവായിട്ട് നമ്മൾ ഇടിച്ച് നേടിയാണ് നമ്മുടെ ഓരോന്നും സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറണം, ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നാള് സംസാരിച്ചപ്പോഴേ എവിടെയോ കൊടുങ്കാറ്റിപ്പെട്ടൊരു കഥ പറഞ്ഞത് എനിക്ക് ഓർമ്മ. ആദ്യകാല യാത്രകളായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ല, റോഡ് ട്രിപ്സ് ആയിരുന്നു ആദ്യം. പൂർണ്ണമായിട്ട് റോഡ് ട്രിപ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെയും സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടി. അപ്പോൾ അന്ന് ഒരു കാര്യമല്ല, ഈ ഗൂഗിൾ മാപ്പോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു കുറിപ്പ്, പിന്നെ ഞാൻ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുണ്ടാക്കിയ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ വെച്ച് ഒരു മാപ്പ് വെച്ച് ചോദിച്ചു പോവുക എന്നുള്ള ഒരു മാത്രം. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും ഇന്ത്യയിലെ എല്ലാ റോഡ്സ് ഞാൻ അങ്ങനെയാണ് കവർ ചെയ്തിട്ടുള്ള, ഗ്രാമങ്ങളുമൊക്കെ.
അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരു മൺസൂൺ സമയത്ത് ഇങ്ങനെ യാത്ര തുടങ്ങിയതാണ്. പോണ്ടിച്ചേരി ഫ്രഞ്ച് റിവേറ ഓഫ് ഈസ്റ്റ് എന്ന് പറയുന്ന നമുക്കെന്നും ഇഷ്ടമുള്ള, നമുക്ക് ഇടയ്ക്ക് ഒരു ഫോറിൻ ആംബിയൻസ് കിട്ടണമെന്ന് തോന്നുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമല്ലേ, ഒരൊറ്റ സ്ട്രെച്ചിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് കുറച്ചെത്തിയപ്പോഴാണ് ഒരു താനെ എന്ന് പറഞ്ഞൊരു കൊടുങ്കാറ്റ് പ്രെഡിക്റ്റ് ചെയ്ത്, നമ്മളതൊക്കെ FM റേഡിയോയിൽ കൂടെയാണ് കേൾക്കുന്നത്. അപ്പം പിന്നെ അത് ഇന്തോനേഷ്യയുടെ അവിടെ രൂപം കൊണ്ടൊരു താനെ കൊടുങ്കാറ്റ് പോണ്ടിച്ചേരി, ചെന്നൈയുടെ കടലോര നഗരങ്ങളിൽ കൂടെ പോണ്ടിച്ചേരി വഴി എത്തുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാകുന്നു. പക്ഷേ ഞങ്ങളില്ല പറഞ്ഞ പോലെ യാത്ര അന്ന് ഞാൻ പറഞ്ഞില്ലോ വലിയ ചിന്തിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല, അങ്ങ് പോയി. അപ്പം ആദ്യം ഞങ്ങൾ ആ ഈസ്റ്റ് കോസ്റ്റ് റോഡ് വഴി പോകാൻ നോക്കി, പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ തിണ്ടിവനം എന്ന് പറയുന്ന റോഡിൽ കൂടെ പോവുകയാണ്, ആ തിണ്ടിവനം സൈഡിൽ കൂടെ. അപ്പോൾ റോഡ് മൊത്തം ബ്ലോക്കാണ്. ബ്ലോക്കിനിടയ്ക്കൂടെ എല്ലാം ഞങ്ങൾ രാത്രി 11:30 മണിക്കാണ് ഞങ്ങൾ ന്യൂ ഇയർ രാത്രിയിൽ ഞങ്ങൾ ചെല്ലുകയാണ് പോണ്ടിച്ചേരിയിലേക്ക്. ഈ ബ്ലോക്ക് ആയത് ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. അല്ല, ബ്ലോക്കായത് ഈ കൊടുങ്കാറ്റ് അടിച്ചിട്ട്. അപ്പം ഞങ്ങൾ ഈ കൊടുങ്കാറ്റ് അടിച്ച സ്ഥലങ്ങൾ കവർ ചെയ്ത് പോവുകയാണ്. തിരിച്ചൊരു പോക്ക് ഞങ്ങൾ ഓർക്കുന്നില്ല. ഞങ്ങൾ ഈ ലാസ്റ്റ് എത്തിയ വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മൊത്തം വൃക്ഷങ്ങൾ, പിന്നെ ഈ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ സാധനങ്ങൾ ഇതെല്ലാം പറന്ന് വീണ് ഞങ്ങൾ പോണ്ടിച്ചേരിയിലോട്ട് ചെല്ലുമ്പം പുതുവർഷം ആഘോഷിക്കാനിരുന്ന ഒരു നഗരം ഇങ്ങനെ മൃതനഗരമായിട്ട് കിടക്കുകയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തിനാണ് പറഞ്ഞത്, ഈ കാറ്റിൽ തെങ്ങിൻ്റെ തലപ്പുകൾ പോലും ഒടിഞ്ഞ് താഴെ കിടക്കുകയാണ്. അവിടുത്തെ പിന്നെ നിയമസഭാ മന്ദിരത്തിൻ്റെ മുകളിലുള്ള എല്ലാം മറിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലത്ത്. ഹോട്ടലിൽ പവറില്ല, പക്ഷെ ആ രാത്രിയിൽ ഒരു ജനറേറ്ററിൻ്റെ സഹായത്തോടുകൂടി ആ ഹോട്ടൽക്കാർ, എനിക്ക് ഇപ്പോഴും എൻ്റെ പേര് ഓർമ്മയുണ്ട്, കോർബെല്ലി എന്ന് പറയുന്നൊരു ഹോട്ടൽ ഞങ്ങളെ പൊന്നുപോലെ സംരക്ഷിച്ചു. ഞാൻ അതിശയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൊടുങ്കാറ്റ് അങ്ങോട്ട് കഴിഞ്ഞ ഉടൻ തന്നെ ആ പുതുവർഷം അവരവിടെ ആഘോഷിക്കുകയും ചെയ്തു. അവിടുത്തെ അതാണ് ഞാൻ ആലോചിച്ചു. കാരണം കുറേ വിദേശികളുണ്ടായിരുന്നു. ഷോ ഈസ് ഗോയിങ്, ഷോ മസ്റ്റ് ഗോ എന്നുള്ളത് പോലെ തന്നെ അന്നത്തെ ദിവസം അത്രയും പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്തതല്ലേ. പക്ഷെ ആ കൊടുങ്കാറ്റിനിടയ്ക്കൂടെ അവിടെ എത്തിയ ഒരു കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരു മരിച്ചു കിടക്കുന്ന ഒരു നഗരത്തിലൂടെ ഞങ്ങൾ പുതുവർഷം ആഘോഷിക്കാൻ ചെന്നു. അവിടെ പുതുവർഷം ആഘോഷിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലേക്ക് നടക്കുമ്പോൾ ഈ സ്ട്രീറ്റുകൾ മൊത്തം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ്, എങ്കിലും അവിടെ ജീവിതം ഒഴുകുന്നുമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ അവിടെ ഇങ്ങനെ ഒരു യാത്ര ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ നാടായിട്ട് കമ്പയർ ചെയ്യില്ല. എന്നാലും ഞാൻ ഈ അടുത്ത ജപ്പാനിൽ പോയപ്പോൾ അവിടുത്തെ ടോയ്ലറ്റുകൾ വളരെ മനോഹരമായത്. വീട്ടിലേക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊണ്ടുവരണമെങ്കിൽ ആ ടോയ്ലറ്റ് മേടിക്കാൻ പറ്റിയിരുന്നതിന് വരെ ഞാൻ ആഗ്രഹിച്ചു പോയതാണ്. അപ്പം നമ്മുടെ യാത്രകളിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ ടോയ്ലറ്റ് ഇഷ്യൂസ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ട്, ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ പിറ്റ് ടോയ്ലറ്റുകളാണ് യൂസ് ചെയ്യുക. അതെനിക്ക് ഓക്കെയാണ്. പക്ഷേ വൃത്തിയില്ലാത്തൊരു ടോയ്ലറ്റിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. രമ്യയുടെ അനുഭവം എങ്ങനെയാണ് ഇതിനകത്ത്? നൈറ്റ് മെയർ ആണല്ലോ. നമ്മൾ അത് ഒരു സഞ്ചാരി എന്നല്ല, നമ്മുടെ സർവ്വ വൃത്തിബോധങ്ങൾ മാറണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ്സ് നമ്മൾ ട്രെയിനുകളിലാണെങ്കിലും അത് ഒരിക്കലും നമ്മുടെ വൃത്തിബോധമായിട്ട് യാതൊരു മാറ്റമില്ലാത്ത സ്ഥലമാണ്. അപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ ഡൽഹിയിൽ ISBT ഞാനും നിധിയും കൂടെ ഉള്ളൊരു യാത്രയിൽ ഞങ്ങൾ ഒരു വലിയ ഹിമാചൽ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ഷീണിച്ചൊരു 5:30 മോർണിംഗ് 5:30ക്ക് ഞങ്ങൾ ISBTയിലെത്തി. ബാത്റൂമിൽ, സ്ത്രീകളുടെ ബാത്റൂമിൽ കയറുകയാണ്. വളരെ മോശം അവസ്ഥയിലുള്ള ബാത്റൂം. ഇതിനെല്ലാം ഉപരി ഒരുപാട് സ്ത്രീകൾ അവിടുത്തെ ആ പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതാണ് എങ്കിട്ട് പോലും. എന്നിട്ട് ഒരു പുരുഷൻ അവൻ്റെ നടുക്ക് നിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സ്ത്രീകളുടെ വാഷ്റൂമിനകത്ത് നിന്ന് ഒരു മെയിൽ ആയിട്ടൊരു ഒരാൾ ക്ലീൻ ചെയ്യുകയാണ്. ഈ സ്ത്രീകളെല്ലാം ഈ ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് ഡ്രസ്സ് മാറുകയും ചെയ്യുന്നു. നമ്മളും അവിടെ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയാലേക്ക്, ഞാൻ സിംഗപ്പൂരിൽ ആദ്യം എൻ്റെ ഒരു സെക്കൻഡ് ട്രിപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സിംഗപ്പൂരും ദുബായിയൊക്കെ കണ്ടിട്ട് സ്വിറ്റ്സർലൻഡ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ആദ്യം കാണരുതെന്ന് പറയും. കാരണം നമ്മുടെ ഹൃദയം മൊത്തം പിന്നെ ഇത് അങ്ങ് സ്ഥലങ്ങൾ വെച്ച് കറക്റ്റ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ടോയ്ലറ്റ് പോകാനായിട്ട് ഇങ്ങനെ ഓടിപ്പോയി ചെല്ലുകയാണ് കയറിയത്. അപ്പം ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റിനകത്ത് കൊണ്ട് ഒരു വാട്ടർഫോളും കൂടെ ഉണ്ട്. അപ്പം ഞാനിത് എന്തിനാണ് ഞാൻ ഇതിനകത്ത് കയറിയെന്ന് മറന്നുപോയി. സൗകര്യം കണ്ടു നിൽക്കുക. അപ്പോൾ അടുത്ത ആളുടെ ഒരു പുറത്തുനിന്നൊരു ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ അത്രയും സുന്ദരം വന്ന കാര്യം മറന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതും നമ്മൾ ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ നമ്മൾ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ പോകുന്ന ഒരു പുറത്തുനിന്ന് വരുന്നൊരു ട്രാവലറിനെ സംബന്ധിച്ച് ഒരു വിദേശി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്.
അത് നമ്മുടെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു സിറ്റിസൻ്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയിടുന്നത്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നൊരു കാര്യം അതാണ്. കാരണം എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്താലും നമുക്കത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുറവ് കൊണ്ട് അത് പലപ്പോഴും നശിച്ചു പോകാറാണ് പതിവല്ലേ. ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണല്ലോ, ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ നാടിന്, ഗവൺമെന്റിന്, നമുക്ക് സിറ്റിസൺ എന്നല്ല. നമ്മൾ പുറത്തൊരു സ്ഥലത്ത് എന്താ കാണുന്നത്, ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് അവർ വെച്ചേക്കുന്നത് കണ്ടിട്ടില്ല. അവർ ഏറ്റവും നീറ്റായിട്ട് അതെങ്ങനെ ഇരുന്നോ അതുപോലെയാണ് അവർ തിരിച്ചറിഞ്ഞത്. അത് ആ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കൾച്ചർ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ ഇന്ത്യൻ ട്രെയിനുകളായാലും എല്ലാം അല്ലെങ്കിൽ നമ്മൾ ഈ ടൂറിസത്തിൻ്റെ സെക്ടറിൽ നമ്മുടെ ഒരു ഗ്രേഡ് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പല ബ്ലോഗുകൾ നോക്കിയാൽ അറിയാം, വിദേശ ബ്ലോഗുകൾ നോക്കിയാൽ അവർ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, ടോയ്ലറ്റ് ഇഷ്യൂസ്, ക്ലെൻലിനെസ്, സ്ട്രേ ഡോഗ്, ഇതെല്ലാം അവരുടെ എല്ലാ ബ്ലോഗുകളിലും നമുക്ക് കാണാം. ഇത് നമ്മുടെ ശരിക്കും ഒരു നെഗറ്റിവിറ്റിയാണ് ടോട്ടലായിട്ടും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് മിഷൻസിൻ്റെ പാർട്ടായിട്ടുണ്ടല്ലോ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ കുടുംബശ്രീ അല്ലെങ്കിൽ ആദിവാസി ഊരുകൾ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്, മെച്ചപ്പെട്ടിട്ടുണ്ടോ അതോ എങ്ങനെയാണെന്ന് തോന്നിയത്? ഒരുപാട് പ്രൊജക്റ്റുകളൊന്നും മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു 7 to 8 years ബാക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ധാരാളം ആദിവാസി ഊരുകളിൽ സഞ്ചരിക്കാനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ അന്ന് ഞാൻ ഈ കുട്ടമ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ കണ്ട ഒരു വളരെ വിഷമമുള്ളൊരു കാഴ്ച ഇതായിരുന്നു. അവിടെ വാലായ്മ പുരകളുണ്ട്. അതായത് ഈ പീരീഡ്സ് പോലെയൊക്കെ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് മാറി താമസിക്കാനായിട്ടൊരു സ്ഥലം. അപ്പം അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവരെന്ത് ചെയ്യും, ഇവർ ഈ ബർത്ത് കൺട്രോൾ പിൽസ് അവർ കൺസ്യൂം ചെയ്യും. അവിടെ എങ്ങനെ അവൈലബിൾ ആണ്? അത് അവിടുത്തെ പെട്ടിക്കടകളിൽ പോലും അങ്ങനെയുള്ള അത് ഞാൻ പോകുന്ന ആ കാലഘട്ടത്തിൽ അവിടെ അവൈലബിൾ ആയിരുന്നു. അത് കാരണം വെച്ചാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പം ധാരാളം പ്രൊജക്റ്റുകൾ കുടുംബശ്രീ പോലുള്ള ഓർഗനൈസേഷൻസ്, റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇങ്ങനെയൊക്കെ ധാരാളം ചെല്ലുന്ന കാരണം ഇങ്ങനെയുള്ള ഊരുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാരണം അവിടുന്ന് തന്നെ കോർഡിനേറ്റേഴ്സായിട്ട് അവരെ തന്നെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, പറമ്പിക്കുളത്തൊക്കെ തന്നെ ഈ വൈൽഡ് ലൈഫ് കോർഡിനേറ്റർ പിന്നെ വാർഡന്മാരായിട്ട് വെക്കുന്ന അവിടുത്തെ ആളുകളെ തന്നെയാണ്. അതൊരു വലിയ മാറ്റമാണ്. അപ്പം അവർക്ക് ഈ കാടിനോടുള്ള ഒരു പ്രതിബദ്ധതയും അവരുടെ ആ ലോക്കൽ നോളജും എല്ലാം ഇതിന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പിണപൂർക്കുടി പോലെയുള്ള ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നത്, ആന ഇറങ്ങി ഇപ്പോഴും വളരെ അടുത്തും കുട്ടമ്പുഴയിൽ ഒരു ആന ചവിട്ടിക്കൊന്നൊരു കേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പ്രകൃതിയായിട്ട് മല്ലിടിച്ചൊക്കെ ഒരുപാട് ആളുകൾ ഇന്നും ജീവിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പം അവിടെ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് എങ്ങനെയൊരു എറണാകുളത്തിന് ഇങ്ങനെയൊരു ഫേസ് ഉണ്ടെന്ന് സത്യത്തിൽ മനസ്സിലായത്. അപ്പോൾ അതൊക്കെ എന്നെ വളരെയധികം കൂടുതൽ സോഷ്യലി റെസ്പോൺസിബിൾ ആക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഘടകങ്ങളാണ്. നമ്മൾ സഞ്ചാരത്തെ പറ്റി അല്ലെങ്കിൽ സഞ്ചരിച്ച യാത്രകളെ പറ്റി പറഞ്ഞാൽ ഒരിക്കലും ഒന്നും തീരാൻ പോകുന്നില്ല. പക്ഷെ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. വിളിച്ചപ്പോൾ വന്നതിന് വളരെ സന്തോഷം. താങ്ക് യു രമ്യ. ട്രാവൽസിലേക്ക് വിളിച്ചതിൽ സന്തോഷം. കവിത വിളിച്ചപ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. ഞാനിപ്പോൾ 2 ജോലി ഒരുമിച്ചെടുക്കുന്നുണ്ട്. അല്ല, ട്രാവലിസ്റ്റ് ഇപ്പം ഏറെ അടുപ്പമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് രമ്യനെ അറിയാവുന്നതുകൊണ്ട് ഗസ്റ്റായിട്ട് ഹോസ്റ്റായിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും കവിതയായിട്ട് സംസാരിക്കുന്നത് വലിയ സന്തോഷമാണ്. പിന്നെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ വലിയ സന്തോഷം. കാരണം ട്രാവൽ എന്തൂസിയാസ്റ്റുകളുടെ ഒരു സ്ഥിരം കാണുന്ന ഒരു ചാനൽ തന്നെയാണല്ലോ ഇത്. അപ്പോൾ മാത്രമല്ല കവിതയായിട്ടിരുന്ന് സംസാരിക്കുന്നത് അതിലേറെ ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ 2 പേരും വളരെ സഞ്ചാരപ്രിയരാണ്. 2 പേരെയും യാത്രയാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയുണ്ട് ടീം ട്രാവലിസ്റ്റയുടെ? വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ടീമാണ്, അത് പറയാതെ വയ്യല്ല. കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് നമുക്ക് ആ ഒരു യാത്രയോട് ഇൻട്രസ്റ്റ് ഉള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വന്നത്. അതെ, അതൊരു സഞ്ചാരികളുടെ ഒരു ലോകം ഒരു വ്യത്യസ്ത കവിതയ്ക്കും അറിയാലോ. നമുക്ക് എത്ര നേരം ഇരുന്ന് കഥ പറഞ്ഞാലും നമ്മുടെ കഥകൾ തീരുന്നില്ല. എപ്പിസോഡിന് ലിമിറ്റ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ നിർത്തിയതാണ് ശരിക്കും.